നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജാപ്പനീസ് കാർ ബിൽഡേഴ്സായ നിസാൻ 1970 കാലഘട്ടങ്ങളിൽ മറ്റൊരു പേരിലായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്, ഡാറ്റ്സൺ. ഡാറ്റ്സണിൽ നിന്ന് നിസാനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു ഡാറ്റ്സൺ CX280യും അതുപോലെ തന്നെ നിസാൻ CX300ഉം. ആ രണ്ട് വണ്ടികളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ചിലർക്കൊക്കെ അറിയാം, എങ്കിലും കുറേ പേർക്ക് അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആദ്യമായി വീഡിയോ കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. വാഹനങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് കൂടെ കുടിക്കുമോ, നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. നമുക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് വെയിറ്റിംഗ് ആണ്. ഇനി ഈ രണ്ട് വണ്ടിയുടെ സ്പെക്ക് ഒന്ന് നോക്കാം. ഡാറ്റ്സനെ പറ്റി പറയുകയാണെങ്കിൽ 2.8 ലിറ്റർ 135 bhp വരെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു 6 സിലിണ്ടർ വണ്ടിയായിരുന്നു. അതും 195 ന്യൂട്ടൺ ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കെൽപ്പുണ്ടായിരുന്നു. 1970 കാലഘട്ടങ്ങളിൽ തന്നെ ഡാറ്റ്സൺ ഇതിന് 5 സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നിസാൻ്റെ കാര്യം നോക്കാം. ഡാറ്റ്സണിൽ നിന്ന് നിസാനിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി പവർ കൂട്ടി, അതായത് 200 bhp ആക്കി. അതുപോലെ തന്നെ 236 ന്യൂട്ടൺ ഓഫ് ടോർക്കും പോരാത്തതിന് 3 ലിറ്റർ എഞ്ചിനാണ് കൊടുത്തത്. ഡിസൈനിൽ അധികം വ്യത്യാസമൊന്നും വരുത്തിയില്ലെങ്കിൽ പോലും നിസാൻ എഞ്ചിനിൽ നല്ല പണിയെടുത്ത് കുറച്ചുകൂടി വലുതാക്കി പവറൊക്കെ കൂട്ടിയായിരുന്നു ഇറക്കിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഡാറ്റ്സൺ ഗോ എന്നൊരു മോഡൽ ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നു. ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. അതിൻ്റെ ഒരു പരസ്യമൊക്കെ ഞാൻ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. പക്ഷേ അധികം സക്സസ് ആവാതെ പോയത് കാരണം പിന്നെ അതും പ്രൊഡക്ഷൻ നിർത്തിയെന്നാണ് തോന്നുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ല. ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു എനർജി കിട്ടുന്നത്. സോ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.